വലിയ സന്തോഷം ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ എപ്പോഴും ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ വരുമ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ KCA മീറ്റിംഗാണ് ഓർക്കുന്നത്. ഒരു 10ാം വയസ്സിൽ തൈക്കാട്ടിലെ KCA ഓഫീസിൽ അച്ഛനമ്മയായിട്ട് വന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത്. അവിടെ നിന്ന് 10-20 വർഷത്തെ ഒരു ജേണി ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. ആ ജേണിയിൽ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ എന്നെ സപ്പോർട്ട് ചെയ്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും ഇങ്ങനത്തെ എപ്പോഴും ഒരു സംഭവം നടക്കുമ്പോൾ. പിന്നെ ഏറ്റവും വലിയ സ്പെഷ്യലായിട്ടുള്ളൊരു ന്യൂസ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേൾക്കുന്ന വെച്ചാൽ KCL നടക്കാൻ പോകുന്നതാണ് ഞാൻ കേൾക്കുള്ളൂ. ഞാനപ്പോൾ വിനോദ് സാറും ജയേഷ് സാറും എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാനപ്പോൾ പറയാം, സാർ നടക്കുമോ ഇത് കുറേ വർഷമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇപ്രാവശ്യം നടക്കും. അപ്പോൾ അത് ഒരു റിയാലിറ്റി ആക്കിയതിൽ വലിയൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ നമ്മുടെ കേരള ക്രിക്കറ്റേഴ്സിനും കേരള ക്രിക്കറ്റ് ഫാൻസിനും എല്ലാവർക്കും KCA നൽകിയൊരു വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് ബാക്കി സ്റ്റേറ്റ്സിലൊക്കെ കാണാം, കൈയൊക്കെ അടിക്കാൻ കുറച്ചൊന്നും സംസാരിക്കും. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് തോന്നി ഈ വർഷം KCL നടത്താം. പെട്ടെന്ന് ടീംസിനെ എല്ലാവർക്കും നമുക്ക് ഓപ്ഷനിൽ നടത്തി പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിട്ട് എല്ലാവർക്കും തോന്നും. പക്ഷെ ഇതിൻ്റെ ബാക്കിൽ നടന്ന കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പ്ലാനിങ്, ഒരു ലോങ്ങർ വിഷനായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കുറേ ടൂർണമെൻറ്റ്സ് KCA കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2020 മുതൽ 2024 വരെ കുറേ ലോക്കൽ ടൂർണമെൻറ്റ്സ് നമ്മുടെ ലോക്കൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റേഴ്സ് കളിക്കുന്നുണ്ട്. നമ്മുടെ പ്രസിഡൻസ് കപ്പ് ആയാലും ക്ലബ് ചാമ്പ്യൻഷിപ്പ് ആയാലും NSK ഇന്റർ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റ്സ് ആയാലും ഇതിലെല്ലാം ഈ T20 ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ KCA കുറേ ഫ്രണ്ടിലോട്ട് വിഷൻ കണക്ട് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ്ങർ വിഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു സംഭവമായിട്ടാണ് KCA നമ്മൾ ഈ വർഷം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഭവം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കുറേ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല, സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ഐ തിങ്ക് ഐ ക്യാൻ സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ ക്രിക്കറ്റേഴ്സ് ഇൻ കേരള. ഐ തിങ്ക് ഗോയിങ് ത്രൂ എ ക്രിക്കറ്റ് ജേർണി, എ ക്രിക്കറ്റ് കരിയർ ഇൻ ഇന്ത്യ ഇസ് നോട്ട് ഈസി. കുറച്ച് അധികം പാടുപെടുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ ആവണമെന്ന് വെച്ചാൽ. അപ്പോൾ കേരളത്തിൻ്റെ അകത്ത് തന്നെ കുറേ ക്രിക്കറ്റിന് വേണ്ടിയും അവരുടെ കരിയറിന് വേണ്ടിയും പാടുപെടുന്ന കുറേ ക്രിക്കറ്റേഴ്സിനെ എനിക്കറിയാം. ഇപ്പോൾ ജൂനിയേഴ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ സീനിയേഴ്സ് ആണെങ്കിലും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തിരിച്ചു വരാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർ സ്പോർട്സ് ഇതിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് എനിക്ക് കാണുന്നത്. കാരണം ലോകം മുഴുവൻ ഇത് ഈ ഒരു നമ്മുടെ കേരളത്തിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയുന്ന ഒരു അവസരമായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. ഐ തിങ്ക് ഇതുവരെ ഒരു 7 to 8 പ്ലെയേഴ്സ് നമുക്ക് IPL സമ്മാനിക്കാൻ പറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് ഹാവ് ദ ടൂർണമെൻറ്റ് ലൈക്ക് KCL ഹാപ്പനിങ് ഫോർ നെക്സ്റ്റ് 3 to 5 years. I think I expect around 5 to 10 more players playing the IPL and couple of more players more representing the country. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമുക്കിത് കാണേണ്ടത്. അപ്പോൾ അതിന് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ വേറെ എന്തൊക്കെയാണ് പറയുന്നത് ഒന്നുമില്ല, വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്.